Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുമാങ്ങ സംഭരണത്തോട് മുഖം തിരിച്ച് കർഷകർ. കശുമാങ്ങ കേടുവരാതെ പറിച്ചെടുത്തെത്തിക്കാൻ ബുദ്ധിമുട്ട്. ലാഭകരമായിട്ടും കർഷകർ സഹകരിക്കുന്നില്ലെന്ന് വിമർശനം. SR ടോക്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാഴ്ച പരിമിതർക്കായി നടത്തുന്ന പരിശീലന ക്യാമ്പിന് മാതമംഗലത്ത് തുടക്കമായി. ക്യാമ്പ് നടക്കുന്നത് 3 ദിവസങ്ങളിലായി. ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത് മഹോത്സവം. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കാനുള്ള ചടങ്ങിൽ ഒരേ വേഷവും മനസ്സുമായി പങ്കെടുത്ത് നിരവധി പേർ. മാടായിക്കാവ് ആസ്ഥാനമായുള്ള കേരള ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും കുട്ടികളുടെ മോഹിനിയാട്ട പരിശീലനം പൂർത്തിയായി. അരങ്ങേറ്റം മെയ് 6-ന്. പരിശീലനം കലാമണ്ഡലം ബിന്ദു മാരാരുടെ ശിക്ഷണത്തിൽ. വാർത്തകൾ വിശദമായി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുമാങ്ങ സംഭരണത്തോട് മുഖം തിരിച്ച് കർഷകർ. കശുമാങ്ങ കേടുവരാതെ പറിച്ചെടുത്തെത്തിക്കാനുള്ള ബുദ്ധിമുട്ടും ഒന്നിച്ച് ചാക്കിൽ കെട്ടുമ്പോൾ പെട്ടെന്ന് നശിക്കുന്നതുമാണ് കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. കർഷകർക്ക് വലിയ ആദായകരമായി കോർപ്പറേഷൻ അവതരിപ്പിച്ച പദ്ധതിയാണ് കർഷകരുടെ നിസ്സഹകരണം കാരണം വെറുതെയാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ RKVY പദ്ധതിയുമായി ചേർന്നാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കശുമാങ്ങ സംഭരണം ആരംഭിച്ചത്. കശുവണ്ടിയോട് കൂടിയ കശുമാങ്ങ കിലോയ്ക്ക് 20 രൂപ നിരക്കിലാണ് കർഷകരിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചത്. ഇങ്ങനെ സംഭരിച്ചാൽ കർഷകർക്ക് ഇരട്ടി ലാഭം ലഭിക്കുമായിരുന്നു. കശുമാങ്ങയിൽ നിന്ന് ഫ്രഷ് ജ്യൂസും കാർബണേറ്റഡ് പാനീയമായ ഓസിയാനയും നിർമ്മിക്കാനാണ് PCK തീരുമാനിച്ചത്. ആവശ്യത്തിന് കശുമാങ്ങ PCKയുടെ എസ്റ്റേറ്റിൽ തന്നെ ലഭ്യമായിരുന്നു. എന്നാൽ കർഷകരെ സഹായിക്കാനാണ് ഇത്തരമൊരു പദ്ധതിയുമായി PCK രംഗത്തെത്തിയത്. പക്ഷേ പ്രായോഗിക ബുദ്ധിമുട്ട് കർഷകരെ പിന്നോട്ടടിപ്പിച്ചു. കശുമാങ്ങ കേടുവരാതെ പറിച്ചെടുത്ത് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടും ഒന്നിച്ച് ചാക്കിൽ കെട്ടുമ്പോൾ പെട്ടെന്ന് നശിക്കുന്നതുമാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. SR ടോക്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയും എനേബിൾ ഇന്ത്യയും അക്ര ഫൗണ്ടേഷൻ സംയോജിച്ച് കാഴ്ചാ പരിമിതർക്കായി നടത്തുന്ന പരിശീലന ക്യാമ്പിന് മാതമംഗലത്ത് തുടക്കമായി. 3 ദിവസത്തെ ഓഫ്ലൈൻ മൊബൈൽ ക്യാമ്പാണ് നടക്കുന്നത്. SR ടോക്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയും എനേബിൾ ഇന്ത്യയും അക്കര ഫൗണ്ടേഷനും സംയുക്തമായാണ് കാഴ്ചപരിമിതർക്കായി 3 ദിവസത്തെ ഓഫ്ലൈൻ മൊബൈൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കാഴ്ചാപരിമിതർക്ക് മൊബൈൽ ഫോണിൻ്റെ സാധ്യതകൾ എത്രമാത്രം പ്രയോജനപ്പെടുത്താം എന്നത് സംബന്ധിച്ചാണ് 3 ദിവസത്തെ ഓഫ്ലൈൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. SR ടോക്ക് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയും എനേബിൾ ഇന്ത്യയും അക്കര ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തക ദയാബായി നിർവഹിച്ചു. ഞാൻ 3 വയസ്സുള്ളപ്പോൾ ആ പ്രമേയാനുഭവം അതെന്താണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് 3 വയസ്സുള്ളപ്പോൾ പ്രമേയിക്കുന്നു. ഞങ്ങൾ ഇവിടെയുള്ള ഈ അബ്ദുലിനെ പോലെ ഞങ്ങൾ 2 ഇരട്ടയായിരുന്നു. 7 മാസം പോലും കഴിയുന്നതിന് മുമ്പേ പ്രസവിച്ചതാണ്. നന്നായിട്ട് വീട്ടിൽ കൊച്ചിയിലാണ് 3 വയസ്സ് വരെ വളർന്നു. എന്നിട്ട് പപ്പ ഞങ്ങളെ ഉപ്പായുടെ വീട്ടിലേക്ക് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരുന്നു. വ്ളോഗർ ദിലീപ്, പരിശീലകൻ വിനയ്, ബാലചന്ദ്രൻ കൊട്ടോടി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത് മഹോത്സവം നടന്നു. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കാനുള്ള ചടങ്ങിൽ ഒരേ വേഷവും മനസ്സുമായി നിരവധി പേരാണ് മീനമൃത് മഹോത്സവത്തിൽ പങ്കാളികളായത്. വിശ്വാസത്തികവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രം കലശമഹോത്സവത്തിന്റെ ഭാഗമായി മീനമൃത് സമർപ്പണം നടന്നു. കലശമഹോത്സവത്തിന്റെ 5ാം നാളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആകർഷകവുമായ മീനമൃത് ചടങ്ങ് നടക്കുന്നത്. തോർത്തുമുണ്ടുടുത്ത് കയ്യിൽ വടിയുമായി പുറപ്പെടുന്ന പുരുഷാരം കവ്വായി കായലിൽ ഇറങ്ങി ദേവിക്ക് നിവേദ്യത്തിനായി മീൻ പിടിച്ച് ഭക്തിപൂർവ്വം മടങ്ങിയെത്തുന്നതാണ് പതിവ്. സന്ധ്യയോടെ മടങ്ങിയെത്തുന്ന മീനമൃത് സംഘത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. പുലർച്ചെ 7:30 വെളുപ്പിന് പെരുമ്പറ മുഴക്കത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മീനമൃതോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരെ വിളിച്ചുണർത്തുന്നതിനാണ് ഈ ചടങ്ങ്. ഉച്ചയ്ക്ക് 12 മണിയോടെ 9ാമത്തെ പെരുമ്പറ മുഴങ്ങിയതോടെ മീനമൃത് സംഘത്തിലെ പുരുഷാരം ക്ഷേത്രത്തിലെത്തി ദേവിയെ വണങ്ങി മഞ്ഞൾക്കുരി സ്വീകരിച്ചു. തിരുമുറ്റത്തൊത്തുകൂടിയ പുരുഷാരത്തെ ക്ഷേത്രം മൂത്ത ചെട്ടിയാർ ഭഗവതിയുടെ തിരുമൊഴി ചൊല്ലി കേൾപ്പിച്ചു. തുടർന്ന് ആർപ്പുവിളികളുമായി 3 പ്രാവശ്യം ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് മത്സ്യം പിടിക്കുന്നതിനുള്ള വല, ചൂരൽ, വടികൾ എന്നിവയുമായി മീനാഹു എന്ന് വിളിച്ച് കവ്വായിപ്പുഴ ലക്ഷ്യമാക്കി നടന്നു. ആചാരപ്രകാരം ആദ്യമായി മടപ്പള്ളിത്താഴത്ത് വലവിരിച്ചും വടികൊണ്ട് അടിച്ചും മീനുകളെ പിടിച്ചു. ദേവിക്ക് നിവേദ്യത്തിനായി 21 മത്സ്യക്കോവ തയ്യാറാക്കി. ബാക്കി വരുന്ന മത്സ്യം ഭക്തർക്ക് വിതരണം ചെയ്യുന്നതാണ് പതിവ്. സന്ധ്യയോടെ ക്ഷേത്ര കവാടത്തിലെത്തിയ മീനമൃത് സംഘത്തെ ക്ഷേത്രം സ്ഥാനികർ, ആചാരക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് വാദ്യമേളങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കുന്നതോടെയാണ് മീനമൃത് ചടങ്ങ് സമാപിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും മോഹിനിയാട്ടത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ അരങ്ങേറ്റം മെയ് 6-ന് നടക്കും. കലാമണ്ഡലം ബിന്ദു മാരാരുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ സൗജന്യമായി മോഹിനിയാട്ട പരിശീലനം പൂർത്തിയാക്കിയത്. മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്രകലാ അക്കാദമിയിൽ വിവിധങ്ങളായ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. 35ഓളം കുട്ടികൾക്ക് സൗജന്യമായി മോഹിനിയാട്ട പരിശീലനം നൽകി വരുന്നുണ്ട്. അവധി ദിവസങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൃത്യമായി ക്ലാസുകളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിശീലനം നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ ഫൈനൽ റിഹേഴ്സൽ മാടായിയിൽ നടന്നു. കലാമണ്ഡലം ബിന്ദുമാരാരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകി വരുന്നത്. കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മോഹിനിയാട്ട പരിശീലനം ഉത്തരമലബാറിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് കലാമണ്ഡലം ബിന്ദുമാരാർ പറഞ്ഞു. 8 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ തികച്ചും ഇങ്ങനെ സൗജന്യമായിട്ടുള്ള ഈ ഒരു കോഴ്സ് അവർക്ക്
നല്ലൊരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ് അവർക്ക് കിട്ടുന്നത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു മോഹിനിയാട്ടത്തെ പറ്റി ഇത്രയും കൂടുതലായിട്ട് അറിഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു പ്രായത്തിൽ വേറെ എവിടെയും ഇല്ല അങ്ങനെ ഒരു കാര്യം. ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിലാണ് പരിശീലനം നൽകി വരുന്നതെന്ന് കുട്ടികളും പറയുന്നു. കലാക്ഷേത്രം ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി കലാമണ്ഡലത്തിലും ഒക്കെ പോയി പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കലാക്ഷേത്ര ഇതിനൊക്കെ വളരെയധികം സഹായകരമാണ്. എന്തായാലും ടീച്ചറോടും ബിന്ദുമാരാർ കലാമണ്ഡലം ബിന്ദുമാരാർ എന്ന് പറഞ്ഞ ടീച്ചറുടെ ശിക്ഷണത്തിലാണ് ഞങ്ങൾ മോഹിനിയാട്ടം പഠിക്കുന്നത്. ഒരുപാട് സന്തോഷം ടീച്ചറോടും അക്കാഡമിയോടും. വളരെ നന്ദിയുണ്ട്. ഇങ്ങനെയൊരു വേദിയും ഒക്കെ ഇങ്ങനൊരു അവസരം നമുക്ക് ഉണ്ടായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മെയ് 6 ചെറുതാഴം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കുട്ടികളുടെ അരങ്ങേറ്റവും കലാപരിപാടികളും നടക്കുക. പ്രശസ്ത സംഗീതജ്ഞനും പിന്നണി ഗായകനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ചെയർമാനും കൃഷ്ണൻ നടുവിലത്ത് സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്രകലാ അക്കാദമി വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുകയാണ്. വിദ്യാർത്ഥികൾക്കായി നിരവധി കോഴ്സുകളാണ് ഇവിടെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹിനിയാട്ടം, ശാസ്ത്രീയ സംഗീതം, ഓട്ടംതുള്ളൽ, ചിത്രരചന, അങ്ങനെ വിവിധ കോഴ്സുകളിൽ ഇവിടെ കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുതിയ ബാച്ചിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെയും ശാസ്ത്രീയ സംഗീതത്തിൻ്റെയും പുതിയ ബാച്ചിൻ്റെ അരങ്ങേറ്റം ഈ മെയ് ആദ്യവാരത്തിൽ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പരിശീലനമാണ് ഇപ്പോൾ മാടായിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മാടായിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വേനൽ കടുത്തതോടെ തോടുകളും നീർച്ചാലുകളും വറ്റിവരണ്ടു കഴിഞ്ഞു. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ചെക്ക് ഡാമുകൾ നോക്കൂത്തികളാകുന്ന കാഴ്ചകളാണ് പലയിടത്തും. വേനൽ ശക്തമാകുന്നതിന് മുൻപ് ചെക്ക് ഡാമുകളിൽ പലകകൾ ശരിയായ വിധത്തിൽ ഉറപ്പിക്കുകയും മണ്ണും മറ്റും ഉപയോഗിച്ച് വെള്ളം കെട്ടിനിർത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നുമാണ് നിർദ്ദേശം. എന്നാൽ ഇതൊന്നും പലയിടങ്ങളിലും പാലിക്കപ്പെടാറില്ലെന്ന് മാത്രം. ഓരോ വർഷവും വാർഡുകൾ തിരിച്ച് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മത്സരിച്ച് ചെക്ക് ഡാം നിർമ്മിക്കുന്നതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ നടപടി സ്വീകരിക്കാറില്ല. പല ചെക്ക് ഡാമുകളിലും പ്ലാസ്റ്റിക് ചപ്പുചവറുകളും മറ്റും നിറഞ്ഞു കിടക്കുകയാണ്. യഥാസമയത്ത് തടയണ കിട്ടി വെള്ളം കെട്ടി നിർത്തിയാൽ സമീപത്തെ കിണറുകളിൽ പോലും ജലനിരപ്പ് താഴാതെ കിടക്കും. കൂടാതെ കാർഷിക ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗപ്പെടുത്താം. ഓരോ വർഷവും ഓരോ പഞ്ചായത്തും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ലക്ഷങ്ങളാണ് വകയിരുത്തുന്നത്. എന്നാൽ ഇതൊന്നും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പഴയങ്ങാടി പാലത്തിന് മുകളിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിലാത്തറ പഴയങ്ങാടി KSTP റോഡിൽ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിന് മുകളിലാണ് അപകടം നടന്നത്. ഉച്ചയ്ക്ക് 12:30 അപകടം സംഭവിച്ചത്. പഴയങ്ങാടി ഭാഗത്തു നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന മറ്റൊരു കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പാലത്തിന് മുകളിലെ വളവിലാണ് അപകടം നടന്നത്. കാറിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തിയതിനു ശേഷമാണ് അപകടത്തിൽപ്പെട്ട കാറുകൾ നീക്കം ചെയ്തത്. തുടർന്നാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത്. റോഡിൻ്റെ വീതി കുറവും വളവും ഇവിടെ അപകടങ്ങൾ പതിവാക്കുകയാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ സേഫ്റ്റി കോറിഡോർ പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കിയെങ്കിലും KSTP റോഡിൽ അപകടത്തിന് കുറവൊന്നുമില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാട്ടയുടെ കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾക്കായി കളർ ബെൽറ്റ് എക്സാമും കത്ത ട്രെയിനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാരൻ കരാട്ടയുടെ കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾക്കായി കളർ ബെൽറ്റ് എക്സാമും കത്ത ട്രെയിനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു. പിലാത്തറയിൽ നടന്ന പരിപാടിക്ക് WFSK ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് നേതൃത്വം നൽകി. കത്ത ക്യാമ്പിന് UAE ചീഫ് റൻഷി മുഹമ്മദ് ആഷിഖ് എന്നിവരും നേതൃത്വം വഹിച്ചു. ഖത്തർ ചീഫ് റൻഷി വിനോബ്, കണ്ണൂർ ജില്ലാ ചീഫ് സെൻസൈ PK സാബിത്ത്, സെൻസൈ എറണാകുളം ജില്ലാ ചീഫ് CV ജിഷ്ണു, സബായ് മീനാക്ഷി, സന ഫാത്തിമ, നബീൽ ജസീം, അഞ്ജന, സജ്ജാദ്, ആശിഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
Change. Change, Alex. Change. Bend, Alex. Aywa. കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന്റെ 2024 സംസ്ഥാനത്തെ ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തക വിദ്യാർത്ഥിക്കുള്ള അവാർഡ് ചീമേനി ചിമ്പ്രാനം സ്വദേശിക്ക് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം അവസാന വർഷ MSW വിദ്യാർത്ഥി ശില്പ രാജാണ് അവാർഡിന് അർഹനായത്. വികസന കാര്യങ്ങളിൽ ഇടപെട്ട് നിവേദനങ്ങളും വിവരാവകാശവും നൽകി അധികൃതരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയാണ് ശില്പരാജ്. ആരോഗ്യം, പോലീസ്, അഗ്നിശമന സേന, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾ അവഗണിക്കുന്ന പ്രശ്നങ്ങളിൽ പരാതികൾ നൽകി ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുകയായിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനും പോലീസിനെ സഹായിക്കുന്നതിനും കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP 2021 പ്രശംസാപത്രം നൽകിയിരുന്നു. ജനങ്ങളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും ആവശ്യമായ വാഹനവ്യൂഹം ഒരുക്കുന്നതിനായി നൽകിയ നിവേദനത്തിന് ആഭ്യന്തര വകുപ്പ് 100 വാഹനങ്ങൾ വാങ്ങാനുള്ള ഉത്തരവിറക്കിയത് ശില്പരാജിന്റെ അപേക്ഷാ പ്രകാരമാണ്. റെസ്പോൺസ് ടൈം കുറക്കുന്നതിലേക്ക് കൂടുതൽ പോലീസ് വാഹനങ്ങൾ വേണ്ടതുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി എൻ്റെ നിവേദനത്തിൻ്റെ മേലിൽ ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുകയും ഈയിടെ ഒരാഴ്ച മുമ്പ് എനിക്ക് ആഭ്യന്തര വകുപ്പിന് കത്ത് തന്നു. കേരള പോലീസിന് 100 പോലീസ് വാഹനങ്ങൾ മേടിക്കാനുള്ള അനുമതി ഉത്തരവ് നൽകിയിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ അടക്കം എനിക്ക് അയച്ചിട്ടുണ്ട്. 100 പോലീസ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം എനിക്ക് അയച്ചിട്ടുണ്ട്. അപ്പം അതാണ് എൻ്റെ റീസെൻ്റായിട്ടുള്ളൊരു നേട്ടം. അപ്പോൾ ഈ 100 പോലീസ് വാഹനം കിട്ടിയത് നമുക്ക് എന്തുകൊണ്ടും ഗുണപ്രദമാണ്. കാരണം കൂടുതൽ പോലീസ് വാഹനങ്ങൾ വേണ്ടതുണ്ട്. പക്ഷേ കുറഞ്ഞ റെസ്പോൺസ് ടൈമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ 100 പോലീസ് വാഹനങ്ങൾ എന്തായാലും ഉപകരിക്കും. സർക്കാർ ഓഫീസുകളിൽ നൽകുന്ന മെയിലുകളിന്മേൽ നിർബന്ധമായും രസീത് നൽകണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന് നൽകിയ അപേക്ഷയിൽ ഉത്തരവിറക്കാൻ കഴിഞ്ഞതോടെയാണ് ശില്പരാജ് തന്റെ പഠനത്തിനിടയിലും സാമൂഹിക പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ക്രമക്കേടുകൾ ഒഴിവാക്കാനായി പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശില്പരാജ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് അനുകൂലമായ മറുപടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ. 40ഓളം വിഷയങ്ങളിൽ നിവേദനം നൽകി അനുകൂലമായ നടപടി നേടിയെടുത്ത പ്രമാണങ്ങൾ ശില്പരാജിന്റെ പക്കലുണ്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിലെ അവസാന വർഷ MSW വിദ്യാർത്ഥിയാണ്. കലാകാരനായ രവീന്ദ്രൻ തൃക്കരിപ്പൂരിൻ്റെയും ഉഷ രവീന്ദ്രൻ്റെയും മകനാണ് ശില്പരാജ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം, ചിൽഡ്രൻസ് ലൈബ്രറി, ടാഗോർ യുറീക്ക ബാലവേദി, അറിവൂഞ്ഞാൽ സീസൺ 10 പുരോഗമിക്കുന്നു. 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം, ചിൽഡ്രൻസ് ലൈബ്രറി, ടാഗോർ യുറീക്ക ബാലവേദി, അറിവൂഞ്ഞാൽ സീസൺ 10 പുരോഗമിക്കുകയാണ്. ഏപ്രിൽ 9 തുടങ്ങിയ അറിവൂഞ്ഞാൽ മെയ് 12 സമാപിക്കുന്നത്. 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രമോദ് അടുത്തിലൂടെ നേതൃത്വത്തിൽ പപ്പറ്റ് നിർമ്മാണവും അവതരണവും നടത്തി. നമ്മളെ ഗം ഉപയോഗിച്ച് ഒരു വീതിയുടെ ഒരറ്റത്ത്, ഏതെങ്കിലും ഒരു വീതിയുടെ അറ്റത്ത് അല്പം ഗം വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവന്ന് ഇത് ഇവിടെ ഒട്ടിക്കുകയാണ് വേണ്ടത്. ഇത് ഇവിടെ ഒട്ടിക്കുക, എല്ലാവരും ചെയ്തോളും ഇങ്ങനെ. അപ്പോൾ ഉൾഭാഗം നമുക്ക് എന്താണ് കൂടുതൽ അളവുകളുള്ള ഒരു. പ്രമോദ് അടുത്തില രചിച്ച നിർമ്മിക്കാം പഠിക്കാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ പുസ്തകം പ്രകാശനം ചെയ്തു. MLA ആണോ MP ആണോ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഒന്ന് പറഞ്ഞിട്ട്. ഇന്നലെ ഇവിടെ എന്താ നടന്നത്? നമ്മുടെ കേരളത്തിൽ കുറെ ആളുകൾ പോളിംഗ് ബൂത്ത്, നിങ്ങളെല്ലാം പോയിട്ടില്ലേ? കുറെ ആളുകൾ പോളിംഗ് ബൂത്തിലെല്ലാം പോയിട്ടില്ല. അമ്മേൻ്റെ അച്ഛൻ്റെ പേരും പോയിട്ടില്ലേ? ഇന്നലെ എന്താ നടന്നത്? അറിവൂഞ്ഞാലാണ് അല്ലേ? അപ്പൊ ഇന്നലെ നടന്നത് കേരളത്തിലെ 18ാമത് ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. K. സതീശൻ, MS. ശശിധരൻ, TV. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏച്ചിലമ്പയിൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ മഹോത്സവം 29 സമാപിക്കും. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ നടന്നു. രാത്രി 10 മണിക്ക് ഏച്ചിലമ്പയിൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ പരിസമാപന സുദിനമായ ഏപ്രിൽ 29 പുലർച്ചെ 5 മണിക്ക് രാവിലെ 11 മണിക്ക് ഏച്ചിലാമ്പയിൽ ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നത്. കണ്ടോത്ത് മുണ്ടവളപ്പ് പാലയിൽ കീഴിൽ ശ്രീ കക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധിയായ ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. മഹോത്സവം 29 സമാപിക്കും.
29 പുലർച്ചെ അന്തിത്തറ നടക്കും. രാവിലെ 11 മണിക്ക് മലകയറ്റൽ, പിന്നീട് അടിച്ചുതെളി, വെള്ളാട്ടം, മലയിറക്കൽ എന്നിവ നടക്കും. 12 മണിയോടെ അടിച്ചുതെളി, വെള്ളാട്ടം, തുടർന്ന് ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും നൽകുന്നതോടെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാപ്പിനിശ്ശേരി EMS സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992 ബാച്ച് കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കൈരളി റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ 100ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഓർമ്മകൾക്കെന്ത് സുഗന്ധം, ഇന്നലകളെ തിരികെ വരാം എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം പഴയ വിദ്യാർത്ഥികൾ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടായത്. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്ക് KP രതീഷ്, OV ഷാജി, TT ഷിജു, KV സീനത്ത്, TV സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുന്നരു സോക്കർ ക്ലബ് സംഘടിപ്പിക്കുന്ന 3ാമത് സിക്സേഴ്സ് ടൂർണമെന്റിൽ 6ാം ദിവസം നടന്ന മത്സരത്തിൽ പ്രേംരാജ് ഡ്രൈവിംഗ് സ്കൂൾ FCയെ 3-നെതിരെ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ബിസ്മില്ല എട്ടിക്കുളം വിജയിച്ചു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 വീതം ഗോളുകൾ നേടി സമനിലയിലായതിനാൽ ടൈബ്രേക്കറിലൂടെയാണ് വിജയിയെ കണ്ടെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കശുമാങ്ങ സംഭരണത്തോട് മുഖം തിരിച്ച് കർഷകർ. കശുമാങ്ങ കേടുവരാതെ പറിച്ചെടുത്തെത്തിക്കാൻ ബുദ്ധിമുട്ട്. ലാഭകരമായിട്ടും കർഷകർ സഹകരിക്കുന്നില്ലെന്ന് വിമർശനം. SR ടോക്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാഴ്ച പരിമിതർക്കായി നടത്തുന്ന പരിശീലന ക്യാമ്പിന് മാതമംഗലത്ത് തുടക്കമായി. ക്യാമ്പ് നടക്കുന്നത് 3 ദിവസങ്ങളിലായി. ഭക്തിയുടെ നിറവിൽ തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിൽ മീനമൃത് മഹോത്സവം. ദേവിക്ക് മീൻ നിവേദ്യമായി സമർപ്പിക്കാനുള്ള ചടങ്ങിൽ ഒരേ വേഷവും മനസ്സുമായി പങ്കെടുത്ത് നിരവധി പേർ. മാടായിക്കാവ് ആസ്ഥാനമായുള്ള കേരള ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും കുട്ടികളുടെ മോഹിനിയാട്ട പരിശീലനം പൂർത്തിയായി. അരങ്ങേറ്റം മെയ് 6-ന്. പരിശീലനം കലാമണ്ഡലം ബിന്ദു മാരാരുടെ ശിക്ഷണത്തിൽ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.